നമസ്കാരം. പിണറായി വിജയന് ആശ്വസിക്കാം. ഞാൻ പറയുന്നത് പ്രധാന പ്രശ്നങ്ങളിൽ നിന്നും, ശബരിമല കൊള്ള ഉൾപ്പെടെയുള്ള പ്രധാന പ്രശ്നങ്ങളിൽ നിന്നും തൽക്കാലത്തേക്ക് മാധ്യമങ്ങൾക്ക്, നിരീക്ഷകർക്ക് ചർച്ച ചെയ്യാൻ, സാധാരണ ജനങ്ങൾക്കും ചർച്ച ചെയ്യാനുള്ള ഒരു വലിയ വിഷയം, ദീർഘനാളത്തേക്ക് ചർച്ച ചെയ്യാനുള്ള വലിയ വിഷയമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വാർത്തകളായിട്ട് വരുന്നത്. അതായത് കേരളത്തെ കത്തിച്ച, അല്ലെങ്കിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ CPMൻ്റെ അടിയോടെ വിഴുതെറിഞ്ഞ ശബരിമല ഇഷ്യൂ ചർച്ച വീണ്ടും സജീവമാവുകയാണ്. ശബരിമല ഇഷ്യൂ വീണ്ടും സജീവമാകുമ്പോഴുള്ള വിഷയം, അതിൻ്റെ ആ വിഷയത്തിൻ്റെ പേര് തന്നെ ഒരു പ്രത്യേക രീതിയിലാണ് വന്നിരിക്കുന്നത്. ശബരിമല യുവതീ പ്രവേശന വിഷയം ഒരു ചർച്ചാ വിഷയമാവുകയാണ്. ശബരിമലയിലെ വിഷയം മാത്രമല്ല, മറ്റ് ആരാധനാലയങ്ങളിലെയും പ്രവേശന വിഷയം സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പരിഗണനയ്ക്കെടുക്കുകയാണ്. അത് മാർച്ച് 14 മുമ്പായി, അപ്പോൾ അതുവരെയുള്ള ചർച്ചാ വിഷയം ഇവിടെ വരും. മാർച്ച് 14 മുമ്പായി ഇതിലെ ചേർന്നിരിക്കുന്ന തൽപര കക്ഷികൾക്ക്, വാദിയായും പ്രതിയായും ചേർന്നിരിക്കുന്ന തൽപര കക്ഷികൾ അവരുടെ വാദമുഖങ്ങൾ സുപ്രീം കോടതിക്ക് മുമ്പിൽ എഴുതി സമർപ്പിക്കണം. ഒന്ന്. അപ്പോൾ ഈ വാദമുഖങ്ങളെക്കുറിച്ച് തന്നെയുള്ള ചർച്ചകൾ 2, 3, 4, 8, 10 ദിവസം നീട്ടിക്കൊണ്ടു പോകാം. അതിനെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങളുണ്ടാകാം മാധ്യമങ്ങളിലൂടെ. അപ്പോഴെല്ലാം നാം എല്ലാം ഇതിൻ്റെ പുറകെ പോകും. കട്ട സ്വർണത്തിൻ്റെ പുറകെ പോവുകയില്ല, തന്ത്രിയുടെ പുറകെ പോവുകയില്ല. ഇങ്ങനെ പല 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 കാര്യങ്ങളുടെയും പുറകെ പോകാതെ, പിണറായി വിജയന് അലവരസം ഉണ്ടാകുന്ന ഒരു കാര്യത്തിലും പോകാതെ ഇതിന് ചർച്ച മുഴുവൻ കോടതി നടപടികളെക്കുറിച്ചും അവിടെ നടക്കുന്ന വാദപ്രതിവാദങ്ങളെക്കുറിച്ചായിരിക്കും. ഇത് ഏപ്രിൽ 16 വരെയുള്ള സമയം, ഏപ്രിൽ 7 തൊട്ട് 9 തീയതി വരെ എതിർക്കുന്നവർക്ക്, യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവർക്ക് ഈ തങ്ങളുടെ വാദമുഖങ്ങൾ അവതരിപ്പിക്കാനുള്ള സമയമുണ്ട്. ആദ്യം എഴുതി കൊടുക്കണം, രണ്ടാമത് കോടതിയിൽ നേരിട്ട് ഭരണഘടനാ ബെഞ്ചിന് മുമ്പിൽ ഈ വാദമുഖങ്ങൾ അവതരിപ്പിക്കണം. ഈ വാദമുഖങ്ങൾ അവതരിപ്പിക്കാനുള്ള സമയം കിട്ടുന്നത് അതും ഒരു ചർച്ചാ വിഷയമാകും. വീണ്ടും സമയമുണ്ട്. ഏപ്രിൽ 14 തൊട്ട് 16 വരെ യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവർക്ക്, അല്ലെ മുൻകാല പഴയകാല സുപ്രീം കോടതി വിധിയെ അനുകൂലിക്കുന്നവർക്ക് അവരുടെ വാദമുഖങ്ങൾ എഴുതി കൊടുക്കാം. ഈ 2 വാദമുഖങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ കൊണ്ട് തന്നെ അന്തിചർച്ചകളും പോർവിളികളും എല്ലാം ഓരോ ചാനലുകളിലും നമ്മളെ കാത്തിരിപ്പുണ്ട്, നമ്മുടെ ചെവിയെ കാത്തിരിപ്പുണ്ട്, നമ്മുടെ കർണപുടങ്ങളെ കാത്തിരിപ്പുണ്ട്. നമ്മൾ എത്രയോ പ്രാവശ്യം കേട്ട വസ്തുതകളാണെങ്കിൽ പോലും വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടും. അപ്പോൾ അതിലൊരു ഹൈപ്പ് ഉണ്ടാക്കാൻ എല്ലാ ചാനലുകളും മത്സരിക്കും. കാരണം അവിടെ സതീശൻ്റെ യാത്ര ചിലപ്പോൾ മുങ്ങിപ്പോകാം, ഇടതുപക്ഷത്തിൻ്റെ യാത്ര മുങ്ങിപ്പോകാം, സതീശൻ്റെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ മുങ്ങിപ്പോകാം. മാത്രമല്ല, ഇന്നലെ നടന്ന പോലീസ് SFI പോരാട്ടം, വർഗസമരത്തിൻ്റെ തീച്ചൂളയിൽ നിന്നുകൊണ്ടുള്ള പോരാട്ടം, അതും ജനങ്ങൾ മറന്നേക്കാം. എന്താണ് ഓർക്കാനുള്ളത്? ആരോഗ്യമന്ത്രിയുടെ വീഴ്ചകൾ മറന്നേക്കാം. ഇതിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മറന്ന് നമ്മൾ ശബരിമലയിലെ യുവതീ പ്രവേശനം എന്നുള്ള ഏക വിഷയത്തിലേക്ക് നമ്മുടെ മാധ്യമങ്ങളെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ കണ്ണും കാതും കൂർപ്പിച്ചിരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കും. ഇങ്ങനെ എത്തിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് കിട്ടുന്ന ഫലം ആർക്കാണ്? സാക്ഷാൽ പിണറായി വിജയനാണ്. ഈ സമയത്ത് പല തരികിട പരിപാടികളും കേരള ഗവൺമെൻറ് സ്റ്റാൻഡ് വ്യക്തമാക്കണം. ഈ വിധിയോടുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡ് വ്യക്തമാക്കണം. ഇന്ന് P. രാജീവിൻ്റെ പത്രസമ്മേളനമുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ, അതിൻ്റെ അകത്ത രഹസ്യങ്ങൾ ഉൾപ്പെടെ, അകത്തുനിന്ന് അറിയാവുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കേരള ഗവൺമെൻറ് എടുക്കേണ്ട സ്റ്റാൻഡ് എന്താണ്? കേരള ഗവൺമെൻറ് കൊടുത്തൊരു സത്യവാങ്മൂലമുണ്ട്. യുവതികളെ പ്രവേശിപ്പിക്കാം, ശബരിമല അങ്ങനെ വിവേചനം പാടില്ല, അത് ഭരണഘടനാപരമായി തെറ്റാണെന്നാണ്. അപ്പോൾ യുവതികളെ പ്രവേശിക്കാമെന്നേ പറയുന്നുള്ളൂ. സ്ത്രീകളെ ഇത് വ്യാഖ്യാനിച്ച് സ്ത്രീ പ്രവേശനം എന്നുള്ള വിഷയമാക്കി. അവിടെ അങ്ങനെ ഒരു വിഷയമില്ല. സ്ത്രീ പ്രവേശനം എന്നുള്ള വിഷയം അവിടെ ഇല്ല. ഇത്ര വയസ്സ് പ്രായമുള്ള യുവതികളെ പ്രവേശിക്കാൻ പാടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ വേരിയേഷൻ വേണം വരുത്താം. കോടതിക്ക് വേരിയേഷൻ, റെസ്ട്രിക്ഷനേ പാടില്ല. സ്ത്രീകളെ മൊത്തം, യുവതിയായാലും
മുതിർന്നയായാലും കൗമാരക്കാരിയായാലും ബാല്യകാലത്തുള്ളവരാണ്, ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും അവിടെ അനിയന്ത്രിതമായി അല്ലെ ആരും പരിശോധിക്കാനില്ലാതെ പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യം, അയ്യപ്പനെ കാണാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കാം കോടതിക്ക്. അങ്ങനെ ആ ഒരു നിലപാടാണ് ആരെടുത്തിരുന്നത്? ഇടതുപക്ഷം എടുത്തിരുന്നത്. പക്ഷേ പാർലമെൻറ്റ് ഇലക്ഷനിൽ വോട്ടുകൾ ചോർന്നു പോകുന്നത് കണ്ടപ്പോൾ, തങ്ങളുടെ പോക്കറ്റിൽ കിടന്ന വോട്ടുകൾ ചോർന്നു പോകുന്നത് കണ്ടപ്പോൾ പാനിക് ബട്ടൺ അമർത്തി CPM വീടുകളിൽ പോയി ഞങ്ങളുടെ നിലപാട് തെറ്റായിരുന്നു എന്ന് പറഞ്ഞു. ഇനി ആ വീടുകളിൽ പോയി പറഞ്ഞ ക്ഷമ കോടതിയുടെ മുമ്പിലും പറയുമോ എന്നുള്ളതാണ് കാത്തിരിക്കുന്നത്. അങ്ങനെ കാത്തിരുന്നാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ശബരിമല വിഷയത്തിൽ എടുത്ത നിലപാടുകൾ, നവോത്ഥാന മതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരള സമൂഹത്തോട് CPMൻ്റെ നേതാക്കളും ചെയ്ത ഏറ്റവും വലിയ കൊടിയ വഞ്ചനയായിരുന്നു എന്ന് പറയേണ്ടി വരും. അവിടെയാണ് CPMൻ്റെ മതേതര കാഴ്ചപ്പാടിന് മാറ്റുരയ്ക്കാൻ പോകുന്നത്. അതിൽ എത്രമാത്രം മുമ്പോട്ട് പോകാൻ പറ്റും എന്ന് അറിഞ്ഞിരിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ കോൺഗ്രസിൻ്റെ നിലപാടെന്താ? യുവതീ പ്രവേശനത്തിന് ആചാരങ്ങൾ അതേപടി നിലനിൽക്കണം കോൺഗ്രസ് പറയുന്നു. BJP പറയുന്നത് ഇതിനേക്കാൾ കുറച്ചുകൂടെ കൂടിയ ആചാരങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ, സ്ത്രീകളെ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലേക്ക് ഇത് കൊണ്ടുവരണോ, ഇറാനിലേക്ക് പോലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന പോലെ ഇവിടെയും അങ്ങനെ വേണമെന്ന് ചിലപ്പം ഇവിടുത്തെ തീവ്ര മൗലികവാദികളായ ഹൈന്ദവ നേതാക്കന്മാർ പറയാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിനേക്കാളൊക്കെ മറികടന്നുകൊണ്ട് സുപ്രീം കോടതിക്ക് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. അവർ ജുഡീഷ്യസ് ആയിട്ടുള്ളൊരു തീരുമാനമെടുക്കും. ആ തീരുമാനത്തെ സാമാന്യ മര്യാദയോടെ അംഗീകരിക്കാൻ എല്ലാ കക്ഷികളും തയ്യാറാകും എന്നുള്ള പ്രതീക്ഷ അത്രമാത്രം.